നമ്മുടെ നാട്ടിൽ പേരെടുത്ത ഒരു ഇനമാണ് ജമുന പ്യാരി ആടുകൾ. ജമുന പ്യാരി ആടുകളുടെ നല്ല ഒരു ശേഖരം തന്നെ പെരുമ്പാവൂരുള്ള ഈ യുവ കർഷകനുണ്ട്. ഇദ്ദേഹം 10 വർഷക്കാലം കൊണ്ട് ആട് വളർത്തൽ ലാഭകരമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പം നിലവിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആടുകൾ ജമുന പ്യാരി, സിരോഹി ഇനത്തിൽപ്പെടുന്ന ആടുകളെയാണ് ഇദ്ദേഹം വളർത്തുന്നത്. 10 വർഷക്കാലം കൊണ്ട് ഈ യുവ കർഷകൻ മറ്റൊരു ജോലിയോടൊപ്പമാണ് ഈ ആട് വളർത്തൽ തികച്ചും ലാഭകരമാക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള ആടുകളെ വളർത്തിയാൽ ആട് വളർത്തൽ തികച്ചും ലാഭകരമാക്കി കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫാമിൻ്റെ വിശേഷങ്ങളടങ്ങിയ വിശദമായ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും നമ്മൾ ഇട്ടിട്ടുണ്ട്, കാണാൻ മറക്കരുത്. മുന്തിയ ഇനം ആടുകളെയാണ് ഇവിടെ ക്രോസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. സിരോഹി ഇനത്തിൽപ്പെടുന്നതും ജമുന പ്യാരി ഇനത്തിൽപ്പെടുന്ന മുട്ടന്മാരെയാണ്, അതും നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരെയാണ് ഇവിടെ ക്രോസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വരുമാന സ്രോതസ്സിലേക്ക് ക്രോസിങ് മാറുന്നുണ്ടെന്ന് ഈ കർഷകൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ക്രോസ് ചെയ്ത് വരുന്ന വരുമാനം ഫാമിൽ പണിയെടുക്കുന്ന കർഷകൻ്റെ ജോലിക്കൂലിയായും ലഭിക്കും. അതേപോലെ ആട്ടിൻപാൽ വിൽക്കുന്ന വരുമാനം ആടുകളെ വളർത്താനുള്ള ചെലവ് അതിനായിട്ടും ഉപകരിക്കും. അതേപോലെ ആട്ടും കുട്ടികളെ വിൽക്കുന്ന പൈസ നമുക്ക് ലാഭകരമായി മാറ്റിവെക്കാനും സാധിക്കും എന്നാണ് ഈ കർഷകൻ പറയുന്നത്. അപ്പോൾ ഈ 3 രീതി അവലംബിച്ചാണ് ഈ ആട് വളർത്തൽ ലാഭകരമാക്കി ഇദ്ദേഹം കൊണ്ടുപോകുന്നത്. ക്രോസിങ്ങിനായിട്ട് അത്യാവശ്യം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ബ്രീഡിങ്ങിനായി എത്തുന്ന ആടുകൾ പ്യുവർ ബ്രീഡ് ആടുകളാണെങ്കിൽ അതിന് 1000 രൂപയും ക്രോസ് ബ്രീഡുകൾക്ക് 500 രൂപയാണ് ഇദ്ദേഹം ക്രോസിങ്ങിനായിട്ട് ഇവിടെ വാങ്ങുന്നത്. ആടുവളർത്തലിൽ വിജയം വരിച്ച കർഷകരുടെ വീഡിയോയാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല കർഷകരെയും കാർഷിക കാഴ്ചകളും ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നും നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് നൽകണം. അതേപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി.